ഹായ് ഓൾ, അസ്സാം വലൈക്കും. വെൽക്കം ബാക്ക് ടു റഹീസ് ലൈഫ്. ഇന്ന് റിക്വസ്റ്റഡ് വീഡിയോ ആയിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. വജൈനൽ ഡിസ്ചാർജ് അല്ലെങ്കിൽ വെള്ളപ്പൊക്കം സ്ത്രീകൾ പറയാൻ മടിക്കുന്ന ഒരു കാര്യത്തെ കുറിച്ച് പറയാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ വീഡിയോയിലോട്ട് പോകുന്നതിന് മുമ്പ് നിങ്ങൾ എന്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക. അതിനോടൊപ്പം തന്നെ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം പരിഗണിക്കുക. ഡിസ്ചാർജിലേക്ക് നമ്മുടെ ശരീരത്തെ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് വീട്ടിൽ തന്നെ തയ്യാറാക്കാൻ പറ്റിയ ഒരു ഹോം 2 ടീസ്പൂൺ ഉഴുന്ന് പരിപ്പെടുക്കുക. അത് നല്ല രീതിയിൽ വാഷ് ചെയ്തിട്ട് മറ്റൊരു മെത്തേഡ് എന്ന് പറയുന്നത് തലേദിവസം രാഗി വെള്ളത്തിൽ കുതിർത്തെടുത്തതിന് ശേഷം നല്ലോണം വാഷ് ചെയ്ത് നമ്മളത് പേസ്റ്റ് ആക്കി അരച്ചെടുത്ത് വജൈനൽ ഡിസ്ചാർജ് എന്ന് പറയുന്നത് 2 വിധത്തിലാണുള്ളത്. ഒന്ന് നോർമൽ ആയിട്ടും ഒന്ന് അബ്നോർമൽ ആയിട്ടും. സ്ത്രീകളിലെ വജൈനൽ ഡിസ്ചാർജ് കാണപ്പെടുന്നത് 12 വയസ്സിന് മുകളിലേക്കാണ്. അബ്നോർമൽ ഡിസ്ചാർജ് ഉണ്ടാകുന്ന സമയത്ത് സ്ത്രീകൾക്ക് ഫുഡ് എത്ര കഴിച്ചാലും ഭക്ഷണം ശരീരത്തിൽ പിടിക്കാത്തൊരവസ്ഥ വരും. കാരണം അവർ മെലിഞ്ഞുകൊണ്ടേയിരിക്കും, എപ്പോഴും തടി വെക്കൂല, ക്ഷീണിച്ച് അവശതയായിട്ടിരിക്കും. അതുപോലെ തന്നെ അവർക്ക് മുടി കൊഴിച്ചിലുണ്ടാവും, ശരീരത്തിന് വേദനകളും കൈകാലിൽ കൊഴിച്ചിലൊക്കെ ഉണ്ടാവും. അപ്പോൾ അവർ ഡോക്ടറെ കാണിക്കൽ നിർബന്ധമാണ്. സാധാരണ നോർമൽ രീതിയിലുള്ള അല്ലെങ്കിൽ അതിനേക്കാളും കുറച്ചൊരു ഇതായിട്ടുള്ള ഡിസ്ചാർജ് ആണ് ഉള്ളതെങ്കിൽ അവർക്ക് നമുക്ക് ഹോം റെമഡി തന്നെ അത് മാറ്റിയെടുക്കാൻ പറ്റും. അബ്നോർമൽ ഡിസ്ചാർജ് ഉള്ളവർക്ക് പ്രൈവറ്റ് പാർട്ടിൽ ചൊറിച്ചിലും ഇറിറ്റേഷനും ഒക്കെ ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ടൊക്കെ ഉണ്ടാവും. അപ്പൊ അങ്ങനെയുള്ളവർ ഡ്രസ്സിന്റെ കാര്യത്തിലൊക്കെ നല്ല രീതിയിൽ ശ്രദ്ധിക്കുക. കോട്ടന്റെ ഡ്രസ്സ് ഉപയോഗിക്കാൻ ശ്രദ്ധിക്കുക. പിന്നെ ഉള്ളത് ചുടുവെള്ളത്തിൽ അലക്കി വാഷ് ചെയ്ത് വെയിലത്തിട്ട് തന്നെ ഉണക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. പിന്നെ ഒരു കാര്യം പറയാനുള്ളത്, നമ്മുടെ പ്രൈവറ്റ് പാർട്ട് വാഷ് ചെയ്യുന്ന സമയത്ത് നമ്മൾ കഴുകിയെടുക്കുന്ന സമയത്ത് ഒരിക്കലും സോപ്പോ അല്ലെങ്കിൽ അതുപോലെയുള്ള കെമിക്കലുള്ള പദാർത്ഥങ്ങൾ ഉപയോഗിച്ച് വാഷ് ചെയ്യാതിരിക്കുക. നോർമൽ വെള്ളത്തിൽ തന്നെ വാഷ് ചെയ്യാൻ ശ്രമിക്കുക. കാരണം നമ്മുടെ ശരീരത്തിലുള്ള pH നഷ്ടപ്പെടാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. അതുപോലെ തന്നെ നമ്മൾ വൈറ്റമിൻ സി അടങ്ങിയിട്ടുള്ള ഫുഡ് കഴിക്കാൻ വേണ്ടി ശ്രമിക്കുകയും ചെയ്യുക. സ്ട്രോബെറി, പപ്പായ, മാംഗോ, പൊട്ടറ്റോ ഇതിലൊക്കെ ധാരാളമായിട്ട് വൈറ്റമിൻ സി അടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ ഫുഡിൽ നല്ല രീതിയിൽ ഉൾപ്പെടുത്താൻ വേണ്ടി ശ്രമിക്കുക. അബ്നോർമൽ ഡിസ്ചാർജിൽ നിന്ന് നോർമൽ ഡിസ്ചാർജിലേക്ക് നമ്മുടെ ശരീരത്തെ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് വീട്ടിൽ തന്നെ തയ്യാറാക്കാൻ പറ്റിയ ഒരു ഹോം റെമഡിയാണ് അടുത്തത് നിങ്ങൾക്ക് ഞാൻ പരിചയപ്പെടുത്തുന്നത്. 2 ടീസ്പൂൺ ഉഴുന്ന് പരിപ്പെടുക്കുക. അത് നല്ല രീതിയിൽ വാഷ് ചെയ്തിട്ട് ഇളനീര് കരിക്കിന്റെ വെള്ളത്തിൽ മിക്സിയിൽ നല്ലതുപോലെ പേസ്റ്റ് ആക്കി അരച്ചെടുത്തതിന് ശേഷം ആ കരിക്കിൽ തന്നെ ഇട്ടത് മൂടി വെക്കുക. എന്നിട്ട് പിറ്റേ ദിവസം രാവിലെയാണ് നമ്മളിത് കഴിക്കേണ്ടത്. ആ വെള്ളത്തോടെ ഈ ഉഴുന്ന് പരിപ്പ് നമ്മൾ കഴിക്കണം. വേറെ ഒന്നും അതിലേക്ക് മധുരമോ പഞ്ചസാര, ഉപ്പോ പഞ്ചസാര ഒന്നും ചേർക്കാൻ പാടില്ല. തലേ ദിവസം രാത്രിയാണ് നമ്മളിത് തയ്യാറാക്കി വെക്കുന്നത്. പിറ്റേ ദിവസം രാവിലെയാണ് ഇത് കഴിക്കേണ്ടത്. വെറും വയറ്റിൽ കഴിക്കാൻ തന്നെ ശ്രദ്ധിക്കുക. അങ്ങനെയാണ് കഴിക്കേണ്ടത്. മറ്റൊരു മെത്തേഡ് എന്ന് പറയുന്നത് തലേ ദിവസം രാഗി വെള്ളത്തിൽ കുതിർത്തെടുത്തതിന് ശേഷം നല്ലോണം വാഷ് ചെയ്ത് നമ്മളത് പേസ്റ്റ് ആക്കി അരച്ചെടുത്ത് കുറച്ച് വെള്ളത്തിൽ അരിച്ച് നമ്മൾ സൂപ്പാക്കി എടുക്കുക. അത് രാവിലെ അത് മൂടി വെച്ച് തലേ ദിവസം തന്നെ മൂടി വെച്ച് പിറ്റേ ദിവസം രാവിലെ എഴുന്നേൽക്കുന്ന സമയത്ത് നമ്മൾ ബ്രഷ് ചെയ്തതിന് ശേഷം കഴിക്കുക. ഒരിക്കലും അത് ചൂടാക്കിയിട്ടൊന്നും കഴിക്കാൻ ശ്രമിക്കരുത്. ആ നോർമലായിട്ടുള്ള ആ ടെമ്പറേച്ചറിൽ തന്നെ കഴിക്കണം. പിന്നെ രാവിലെ തന്നെ എഴുന്നേറ്റ് വരുന്ന സമയത്ത് തന്നെ നമ്മൾ ചൂടുള്ള ചായ കുടിക്കാറുണ്ട്. അങ്ങനെ ഒരിക്കലും ചെയ്യരുത്. ചൂടുള്ള ഭക്ഷണങ്ങൾ ഒഴിവാക്കുക. നല്ലോണം ചൂട് കൂടുതലുള്ള ഭക്ഷണം ഒഴിവാക്കിയിട്ട് നോർമൽ ആയിട്ടുള്ള ഒരു രീതിയിലുള്ള ഭക്ഷണങ്ങൾ കഴിക്കാൻ ശ്രമിക്കുക. ഈ 2 റെമഡീസും 5 ദിവസം തുടർച്ചയായിട്ട് രാവിലെ ചെയ്താൽ തന്നെ നല്ലതുപോലെ നമുക്ക് ഡിസ്ചാർജ് വരുന്നത് കുറയും. നോർമലായ രീതിയിലാവും. നല്ലോണം കൂടുതലായിട്ട് അബ്നോർമലായ രീതിയിൽ ഡിസ്ചാർജ് ഉണ്ടെങ്കിൽ മാത്രമേ ഉള്ളൂ ഇത് വീണ്ടും തുടർന്ന് കഴിക്കേണ്ടി വരിക. അല്ലെങ്കിൽ ഒന്നിടവിട്ടുള്ള ദിവസങ്ങളിൽ നമുക്ക് ഇത് കഴിക്കാൻ പറ്റുന്നതാണ്. അപ്പൊ ഇത്രയൊക്കെയാണ് വജൈനൽ ഡിസ്ചാർജുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ. നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്രദമാണെന്ന് വിചാരിക്കുന്നുണ്ട്. നിങ്ങൾക്ക് എന്റെ വീഡിയോസ് ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക. അതിനോടൊപ്പം തന്നെ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം പരിഗണിക്കുക. അടുത്ത് തന്നെ നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും സൈനിങ് ഓഫ് റഹീസ് ലൈഫ്.